ഹായ്, നമ്മൾ പറയാൻ പോകുന്നത് PSC LDC പരീക്ഷയിൽ ഹൈഡ്രജനും ഓക്സിജനും എന്ന അതിൽ ഓക്സിജനെ കുറിച്ചുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഓക്സിജനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യം നമ്മൾ പറയുന്ന കാര്യം ഓക്സിജനെ കുറിച്ച് പറയുന്നതിൽ ആദ്യം ഫസ്റ്റ് പറയുന്ന ഒന്നാമത്തെ ക്വസ്റ്റൻ നമ്മൾ പറയുന്നത് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ് ഓക്സിജന്. അപ്പോൾ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ആലോചിച്ചിരിക്കാം. 8 ആണ് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ. 16ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്. 16ാം ഗ്രൂപ്പ് മൂലകമാണത്. 16ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് 16ാം ഗ്രൂപ്പ്. ഗ്രൂപ്പ് നമ്പർ 16 ആണ്. അറ്റോമിക് നമ്പർ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടെത്തിയത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. മൂന്നാമത് പറയുന്ന കാര്യം ഓക്സിജൻ ആ പേര് നൽകിയത്. ഓക്സിജന് പേര് നൽകിയത് ലാവോസിയർ ആണ്. ഓക്സിജനെ കണ്ടെത്തിയ ജോസഫ് പ്രീസ്റ്റ്ലി, ഓക്സിജൻ ആ പേര് നൽകിയത് ലാവോസിയർ ആണ് ഓക്സിജന് പേര് നൽകിയത്. നാലാമതായിട്ട് പറയുന്ന കാര്യം നാലാമത്തെ കാര്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം വാതകമാണ് എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഓക്സിജനാണ്. അതാണ് നാലാമത് പറയുന്ന കാര്യം. അടുത്ത അഞ്ചാമത് പറയുന്ന കാര്യം ആസിഡ് ഉണ്ടാക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം. ആസിഡ് ഉണ്ടാക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകമാണ് ഏതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ. അപ്പൊ ഇതിലാണ് നമ്മൾ അതിൽ ആദ്യം പറയുന്ന രണ്ടു കാര്യങ്ങൾ. ഒന്നാമത് പറഞ്ഞ കാര്യം അറ്റോമിക് നമ്പർ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ഓക്സിജൻ ആ പേര് നൽകിയത് ലാവോസിയർ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജനാണ്. ആസിഡ് ഉണ്ടാക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. അപ്പൊ ആദ്യം പറഞ്ഞ 5 ക്വസ്റ്റ്യൻസ് ആലോചിച്ചിരിക്കുക. അടുത്ത നോക്കിക്കോളാം. ആറാമത്തത് ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല. ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീലയാണ്. ഇളം നീല കളറാണ്. അത് ദ്രാവക ഓക്സിജനുള്ള ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല. ഓക്സിജന്റെ പ്രധാനപ്പെട്ട രൂപാന്തരം അല്ലെങ്കിൽ അലോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഓസോൺ ആണ്. ഓസോൺ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് O3. 3 ഓക്സിജൻ ആറ്റംസ് ആണ് ഇവിടെയുള്ള ഓസോണിലുള്ള. അപ്പൊ ഓക്സിജന്റെ ഒരു പ്രധാനപ്പെട്ട രൂപാന്തരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ. ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീലയാണ്. ഓക്സിജന്റെ പ്രധാനപ്പെട്ട ഒരു രൂപാന്തരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്സിജൻ നിർമ്മിക്കുന്ന നിർമ്മാണ പ്രക്രിയ അംശിക സേചനം. ഇപ്പൊ ഓക്സിജൻ നിർമ്മിക്കുന്ന നിർമ്മാണ പ്രക്രിയ പറയുന്നവര് അംശിക സേചനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. അപ്പം ഓക്സിജൻ നിർമ്മാണ പ്രക്രിയ അംശിക സേചനം അല്ലെങ്കിൽ എന്ത് പറയും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? അംശിക സേചനം. അടുത്ത നമ്മൾ പറയുന്നത് തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ തീ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ. ഹൈഡ്രജൻ പറയുന്നത് നമ്മൾ പറഞ്ഞു സ്വയം കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എങ്കിൽ ഓക്സിജന്റെ പ്രത്യേകത അത് തീ കത്താൻ സഹായിക്കുന്ന, അതായത് ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജ്വലനം പൂർണ്ണമായിട്ട് നടക്കുന്നുള്ളൂ.
അപ്പൊ അതുകൊണ്ട് തന്നെ തീ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വയം കത്തുന്ന ഒരു വാതകമാണ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ. തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഒമ്പതാമത് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പത്താമത് പറയുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ. അപ്പൊ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ, ദ്രവ ഓക്സിജന്റെ നിറം എന്ന് പറഞ്ഞാൽ ഇളം നീല നിറമാണ്. ഓക്സിജന്റെ പ്രധാനപ്പെട്ട ഒരു രൂപാന്തരം അല്ലെങ്കിൽ അലോട്രോപ്പാണ് ഓസോൺ എന്ന് പറയുന്നത്. O3 ആണ് അതിന്റെ സിമ്പൽ, അതിനെ സൂചിപ്പിക്കുന്ന പ്രതീകം. നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന അംശിക സേചനം, ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സേചനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് നിർമ്മിക്കുന്നത്. തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന ഒരു വാതകമാണ് ഇത് ഓക്സിജൻ. 10 ക്വസ്റ്റ്യൻസ് ഇതിൽ പറഞ്ഞു. അടുത്ത നോക്കിക്കോളൂ. 11ാമത്തെ, ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ, രണ്ടാം സ്ഥാനത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി രണ്ടാം സ്ഥാനം നിൽക്കുന്ന വാതകമാണ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ. ഫ്ലൂറിൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം, ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ രണ്ടാം സ്ഥാനം. ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വാതകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് രണ്ടാമതായിട്ട് നിൽക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ രണ്ടാം സ്ഥാനമുള്ള മൂലകമാണ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 21%. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21%. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വാതകമാണ് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21%. അത്രയാണ് ഓക്സിജൻ എന്ന ഭാഗത്തിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ. ഓസോൺ നമ്മൾ സൂചിപ്പിക്കുന്നത് O3 എന്ന സിമ്പൽ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓസോൺ. ഓസോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിക്കുക. ഓസോണിന്റെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോണിന്റെ നിറം ഇളം നീല നിറമാണ്. ഓസോണിന്റെ നിറം ഇളം നീല നിറമാണ് ഓസോണിനുള്ളത്. ഈ ഓസോൺ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ കണ്ടുപിടിക്കുന്നത് ക്രിസ്റ്റൻ ഷോൺബീൻ. ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടാണ് പറയുന്നത് ഓസോൺ. ഓസോണിന്റെ നിറം എന്ന് പറഞ്ഞാൽ ഇളം നീല നിറമാണ്. ഈ ഓസോൺ കണ്ടുപിടിച്ചത് ക്രിസ്റ്റൻ ഷോൺബീൻ ആണ്. ഓസോൺ കണ്ടുപിടിക്കുന്നത് ക്രിസ്റ്റൻ ഷോൺബീൻ ആണ് ഓസോൺ കണ്ടുപിടിക്കുന്നത്. അടുത്ത നോക്കിക്കോളാം. മൂന്നാമത് പറയുന്ന ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപാളി. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഈ ഓസോൺ പാളിയാണ്. അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നതാണ് ഓസോൺ പാളിയാണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം സ്ഥിരമായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് എന്ന് പറഞ്ഞത് തുളസി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓസോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓസോൺ കാണപ്പെടുന്ന സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഓക്സിജൻ എന്ന പാദത്തിൽ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നമുക്ക് PSCക്ക് കിട്ടുന്നതായിരിക്കും.